ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അക്വേറിയമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മൾ മെയിനായിട്ടുള്ള സംഭവത്തിലേക്കാണ് നമ്മുടെ അനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ അനിമൽസിന് കുറേ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി പോവുകയാണ്, അത് കാണാം ഇത് കാണാമെന്നുള്ള രീതി. പക്ഷേ എന്തോരം നടക്കണമായിരുന്നു, അറിയോ നടന്ന് ആവശ്യം, എന്നാലും നമുക്കിത് കാണാനുള്ള ഇതിൽ നമുക്ക് പോയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ലവ് ബേർഡ്സിൻ്റെ, നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ്, അപ്പോൾ ലവ് ബേർഡ്സിൻ്റെ ഒരു കൂട് പോലെയാണ് കേട്ടോ. കൂടെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്പേസ് ഫുള്ള് അവരിങ്ങനെ ലവ് ബേർഡ്സിന് വേണ്ടി കൊടുത്തന്നെ. മുകളിൽ വലിയ നെറ്റ് ഇട്ടിട്ടുണ്ട് അവർ പറന്നിങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. പക്ഷേ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ളിങ്ങനെ ആ സ്പേസ് മുഴുവനും, പിന്നെ നമുക്ക് ഇതിന് ബേർഡിനൊക്കെ പോയി തൊടാം, അങ്ങനെ എന്തോടും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ പൊതുവെ ഇതിനോടൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതിനാണ് നമ്മുടെ ഈ ഇതിനകത്ത് പ്രൊജക്റ്റിനകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോട്ടൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ബോട്ടിൽ നമ്മൾ ശരിക്കും അതൊരു ബോട്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ എന്താണോ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവണം അങ്ങനത്തെ രീതിയിൽ ഇത് കേട്ടോ. അപ്പോൾ അത് ബോട്ടിൻ്റെ രീതിയിൽ നമ്മളിങ്ങനെ ബോട്ടിലിരിക്കുന്നു, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കാണുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അതും ഒരു പ്രത്യേക ഒരു ഇതായിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും ഇങ്ങനെ അത് ബോട്ടിൽ പോകണം എന്നുള്ളൊരു ഫീലിങ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതും കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്ന്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇത് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോഴേക്കും തന്നെ ആവശ്യമായി അക്വേറിയം എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ഇതായിരുന്നു. അതും കണ്ട് ഇതൊക്കെ കണ്ട് ഇനി വന്ന് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ വീണ്ടും ഇതേപോലെ തന്നെ ഓരോ ഇങ്ങനത്തെ നമ്മളിങ്ങനെ ഓരോ ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു LCD പ്രൊജക്റ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അതും അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ നമുക്കൊരു മാപ്പിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ആകെ നമുക്ക് കൺഫ്യൂഷനായി പോകട്ടെ, നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകണതുകൊണ്ട് തന്നെ. അതിനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സ്ക്യൂഡേ, അതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെമ്മരിയാടുണ്ടല്ലോ, ഷീപ്പ്, അതിൻ്റെ തന്നെ വേറെ എന്തൊക്കെയോ വകഭേദങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ പോയപ്പോണ്ട് ഇതേ നമ്മുടെ ഫിഷിൻ്റെ ഇത് കഴിയണില്ല കേട്ടോ. അതേ കണ്ടേ, ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസൊക്കെ പോലെ കൊടുത്തിട്ട് ഇവിടെയും ഒരു ചെറിയ അക്വേറിയം പോലെ സെറ്റ് ചെയ്ത് അങ്ങനെ ദേ ഒരു ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തായിരുന്നു, അതേ പോണ് ഇവിടുത്തെ സാധനം, ഇവിടെ ഉള്ളത് ഇതായിരുന്നു കേട്ടോ. ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. അയ്യോ, ഒരു TV-യിൽ കാണുക, നേരിട്ട് കണ്ട അങ്ങനത്തേക്ക് ഇതായിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ആവശ്യതയായി നടന്നൊരു പരിപാടിൻ്റെ ആവശ്യതയായിട്ട് ശരിക്കും കാട്ടിക്കോടെ പോണ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ ഇവർ വെച്ചത്. കാട്ടിപ്പോകുന്നു, അപ്പോൾ ഇങ്ങനെ കാട്ടിപ്പോണ വഴിക്ക് ഇതേ ഇങ്ങനെ ഇത് കാണണം, അങ്ങനത്തെ രീതി തന്നെയാണ് ഇവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പോണ വഴികളാണെങ്കിലും എല്ലാനാണെങ്കിലും കാണാനും എല്ലാത്തിനും നല്ല ഇതായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തലയുടെ കരളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോരമായിരുന്നു, കാപ്പിരികളെ പോലെ കുറേ ഗുറിള്ളകളുണ്ടായിരുന്നു. ഗുറിള്ളായിരുന്നു, മറച്ചുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. ഇതുങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് നല്ല വെയിൽ. അന്നത്തെ വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 33 ഡിഗ്രി ആയിരുന്നു. എൻ്റെ പൊന്നോ, അതിൻ്റെ ആവശ്യതയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആവശ്യതയായി പോവുകയാണ്. പിന്നെന്താ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരോ ജ്യൂസായിട്ടും ഷെയ്ക്കായിട്ടും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞി കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷെയ്ക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ്, ഇനി ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നീങ്ങില്ല എന്നുള്ളൊരു, വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മളൊരു ഷെയ്ക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ വീണ്ടും പോയത്. അപ്പോൾ അതേ അങ്ങനെ വീണ്ടും ഓരോന്ന് കണ്ട്. ഇത് സീബ്ര അല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് സീബ്രയുടെ ഫാമിലിയിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയായിരുന്നു. അങ്ങനെയൊക്കെ ഒറ്റയടിക്ക് കാണുമ്പോൾ സീബ്രയാണെന്ന് തോന്നിപ്പോകല്ലോ, പക്ഷേ സീബ്ര അല്ല അത്. പിന്നെ അവരടുത്തത് നിന്നൊക്കെ ആഫ്രിക്ക എന്നും പറഞ്ഞുകൊണ്ട് ആഫ്രിക്കയുടെ സെറ്റപ്പിൽ അങ്ങനെയൊക്കെ ചെയ്ത് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ജിറാഫ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതാണ് സീബ്ര. ഇവിടെയാണ് ശരിക്കും സീബ്ര ഉണ്ടായിരുന്നത്. നേരത്തെ നമുക്ക് കണ്ടത് സീബ്രയുടെ ഫാമിലിയിൽ പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ശരിക്കും നമ്മുടെ ഒറിജിനൽ സീബ്ര. Lessons come 1 in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. പിന്നെ ഇവർക്ക്
എലിഫൻറ്റിനെ കാണാമെന്ന് വെച്ചാൽ ആനേനെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ ഇവരെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ സൂവിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറയണത് അവിടെ ആനയില്ലേ, ആനേനെ കാണണമെങ്കിൽ ഇന്ന സൂവിൽ പോകണം, അവിടെ ഇഷ്ടംപോലെ ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ആനേനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒരു സംഭവമൊക്കെ അവരിങ്ങനെ കെട്ടി അവിടെ ഇരുന്ന് കുറേ പേര് ഇങ്ങനെ ആനകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഞങ്ങൾ പോയ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആനകളുള്ളൂ എന്ന് പറയുന്നത്, ബാക്കി ആനകളൊന്നും ഇല്ല. അവരിങ്ങനെ ഓരോ ഇതായിട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുപോയിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ആനകളുള്ളൂ എന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഫുള്ള് നിറച്ച് ആനകളുണ്ടാവും. എന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു കുറേ കേട്ടോ. അവർ പറയണത് ഫുള്ളും ഇല്ല, 3-4 ആനകൾക്ക് സിക്കായിട്ടൊക്കെ അവരകത്താണ്, അവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് നിറച്ച് ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ ആനകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഇതാണ്. നമുക്ക് ഇരുന്ന് കാണാനായിട്ട് ഇവിടെ ഫുള്ള് ഇരുന്ന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ വീഡിയോ എടുക്കൽ ഇവിടെ അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞത് ഇനിയാണ് നമ്മളിങ്ങനെ വലിയ വലിയ ആൾക്കാരുകളെ നമ്മൾ അവസാനമായപ്പോഴാണ് കാണാൻ വന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത്. അവസാനമാണ് വലിയ വലിയ ആൾക്കാരുകൾ കാണുന്നത്. നല്ല തിരക്കും മഴയും വെയിലും എല്ലാനുമായിട്ട് അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഓരോന്നുകളുണ്ട്. ഈ ഇരുട്ടുമുറിയുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് കുറേ ഓരോന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ നമുക്ക് ശരിക്കും പേടി. ഇതൊക്കെ ഇരുട്ടത്താണ്. വീണ്ടും നമ്മുടെ ഫിഷുകളുടെ ഇത് കഴിഞ്ഞിട്ടില്ല. വീണ്ടും അടുത്ത സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു ചെറിയൊരു ഫിഷിൻ്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ഇരുട്ടാണെന്ന് ചോദിച്ചാൽ ഇരുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചെങ്കിൽ അങ്ങനത്തെ ഒരു വെട്ടമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ട് തന്നെയാണ്. നമുക്ക് ശരിക്കും പേടിയാവും. ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെയൊക്കെ പോണ പോലത്തെ ഫീലിംഗ് ഒക്കെ ആയിട്ട്. എൻ്റെ ഓരോരോ സാധനങ്ങൾ കണ്ടാൽ നിങ്ങളുടെയൊക്കെ കീ സൗണ്ടുകളൊക്കെ നമുക്ക് ശരിക്കും കേൾക്കായിരുന്നു. ഇതൊക്കെ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തൂല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി അതൊക്കെ. കണ്ടേ നമ്മളിങ്ങനെ ഒരേ ഗുഹയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോണ പോലെ ഫുള്ള് ഇരുട്ടാണ്. എല്ലാവരും ആ ഫോട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഫ്ലാഷ് ലൈറ്റ് തെളിയണം ആ ഒരു ഇതുള്ളൂ. കണ്ട ഇരുട്ട് തന്നെ ഇരുട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിൽ തട്ടും മുകളിലൊക്കെ കിടന്ന് ഈ എലിയൊക്കെ ഇങ്ങനെ വെച്ചുണ്ടാക്കണത് അങ്ങനത്തെയൊക്കെ ഒരു ഇതില്ല, ആ ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് കണ്ടപ്പോൾ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ടിടാം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.